Watch full episodes on Jio Hotstar. ശേഷം മനുഷ്യർ വന്നിരിക്കുകയാണ്. വേണ്ട വേണ്ട, നിങ്ങൾ പാട്ട് നിർത്തൂ. ഞാൻ പറഞ്ഞല്ലോ അത് വായിക്കരുതെന്ന്. അയ്യോ, ഈ ഹാർപ്പ് ലേഡി ഇവരെല്ലാരും ഹിപ്നോട്ടൈസ് ചെയ്തല്ലോ, പ്രശ്നമായല്ലോ. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇവർക്ക്, അല്ലെങ്കിൽ നമ്മളെല്ലാം പെട്ടുപോകും. പെട്ടെന്ന് ഓടിക്കോ, അല്ല അവര് നിങ്ങളെല്ലാരും തിന്നുകളയും. ഇത് കാലിലാ പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി എങ്ങനെ രക്ഷപ്പെടാനാ? ഈ വേരുകൾ നിങ്ങളെ ഭക്ഷിക്കാൻ പോവുകയാണ്. എങ്ങനെങ്കിലും ഓടിക്കോ. ഇനി അങ്ങനെ സംഭവിച്ച ഈ വേരുകൾക്കൊക്കെ സന്തോഷാവുമായിരിക്കും. സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ, നമുക്കത് കൈയും നീട്ടി സ്വീകരിക്കാം. നമ്മളുടെയൊക്കെ ജീവിതം ഇവിടെ തീരുവാണ് കൂട്ടുകാരെ. മോട്ടു, എന്റെ കൂട്ടുകാരാ, നീ എത്ര ആത്മവിശ്വാസത്തോടു കൂടെ ഈ ഗെയിം കളിക്കുന്നുവോ അത്രയധികം സാധ്യതകളുണ്ട് നമുക്ക് ഈ ഗെയിമിൽ നിന്ന് പുറത്തു വരാൻ. നിന്റെ കണ്ണുനീര് വീണിട്ട് ഈ റൂട്ട്സിന്റെ കാര്യത്തില് ഒരു തീരുമാനമാകും. കരയ് മോട്ടു, നല്ലോണം കരയ്. നിന്റെ മനസ്സിലുള്ള വിഷമം മുഴുവനും തീർക്ക്. മോട്ടു കരയ്. കൊള്ളാം, നിങ്ങൾ എല്ലാരും ഒരുമിച്ച് കരയോ പ്ലീസ്. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് അതിന്റെ ബോഡി കത്തിപ്പോകുന്നുണ്ട്. കരയോ പ്ലീസ് എല്ലാരും. പത്ലു, എനിക്ക് തോന്നുന്നത് എന്റെ കണ്ണീര് തീർന്നു പോയെന്നാ കേട്ടോ. കണ്ടില്ലേ, പുറത്തേക്ക് വരുന്നില്ല. ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ വേഗം. എനിക്ക് തോന്നണം ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്നാ. രക്ഷിക്കൂ, ഞങ്ങളെ വേഗം രക്ഷിക്കൂ. എന്റെ വാദ്യോപകരണം എവിടെ? നമ്മൾ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾ പെട്ടെന്ന് വാന്നേ. ചേടാ, അല്ല ഈ മനുഷ്യന്മാരെ എവിടുന്ന് വന്നു? മനുഷ്യരെവിടുന്നാ വന്നത്? ആരാണ് ഇവരൊക്കെ? അല്ല പറഞ്ഞ പോലെ ഇവരാരാ? കലക്കിട്ടുണ്ട്. ഇന്നസെൻസിയാ, ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തോണ്ടിരിക്കുന്നത്? ഇവർക്കൊക്കെ ആദ്യമേ അറിയാമായിരുന്നോ ഞങ്ങളൊക്കെ ഇവിടെ വരുന്ന കാര്യം? അതെ, ഈ റോസ് വാലിയിൽ കുറെ ബേർഡ്സ് ആൻഡ് അനിമൽസ് ഒക്കെ ഉണ്ട്. അതിൽ ആരെങ്കിലും ഒന്ന് ഇവിടെ വന്ന് പറഞ്ഞതായിരിക്കും. വരൂ, ഞങ്ങളുടെ കിങ്ങിനെ പരിചയപ്പെടുത്തി തരാം. കിങ് നീനാൾ വാഴട്ടെ. നിങ്ങൾ എല്ലാവരും എന്റെ അതിഥികളാണ്. വാർത്താലാപങ്ങൾ നടന്നിട്ടേയിരിക്കും. ആദ്യം നിങ്ങളെയൊക്കെ ഞാനൊന്ന് നന്നായിട്ട് സൽക്കരിക്കട്ടെ. അതിന് ഞാൻ ചെറിയൊരു പാർട്ടി വിളിച്ചു കൂട്ടു. സൂപ്പർ. അതെ, ഒരു കാര്യം. ഹായ്.
നല്ല ഉറക്കം വരുന്നുണ്ടല്ലേ മോട്ടു? ഒന്നുകൂടി വേണം. മോട്ടു വേഗം ദേ മരത്തിന് പുറകിലേക്ക് നോക്ക്. കാക്ടോ ഹൈനാക്ക് ഇരിക്കുന്നത് കണ്ടില്ലേ? വേട്ടയാടാനായിരിക്കും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാകൂ. ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്നസെൻസ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്ന് മോചിതരായേ പറ്റൂ. ഡോക്ടർ ജഡ്ക, ഗസീറ്റ, ചിങ്കം സാറേ, മോട്ടു, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. നമ്മളൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. ഓ എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര തലകറക്കവാ. അവരാ ജ്യൂസിനകത്ത് എന്തോ കളിക്കിയിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. പൊളിക്കടുത്തല്ലോ. ഞാൻ കരുതി എനിക്ക് മാത്രമേ തല ചുറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്നോസെൻസിയോ, അതെ മോട്ടു പറയൂ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടി എവിടെ ഇരിക്കട്ടെ, ആദ്യം ഇത് പറ. ഞങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു തരാം. ഇവൻ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവൻ നിങ്ങളെ ആദ്യമേ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ തിന്നാനുള്ള അവകാശം ഇവനും എനിക്കുമാണ്. മാത്രമല്ല, ഇവനാണല്ലോ നിങ്ങളെ രക്ഷിച്ചത്. ഇന്നസെൻസി, നീ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? സോറി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യർക്ക് കൂടെ ഞാൻ ഇത്രയും തെറ്റ് ചെയ്യില്ല. ഞാൻ രാജാവിനോട് പറഞ്ഞിരുന്നു നിങ്ങളെ വെറുതെ വിട്ടേക്കണമെന്ന്. ആരെയും അങ്ങനെ വിട്ടയക്കാൻ പോകുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷമാ ഇത്രയും നല്ല ആഹാരം കിട്ടുന്നത്. അതിനെ എങ്ങനെ കളയാൻ പറ്റും? നോ, നോട്ട് അറ്റ് ആൾ. ഇന്ന് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള ദിവസമാണ്. കിങ്കരാജ, മഹാരാജ, അത് നടക്കില്ല. ചിങ്കത്തിനെ നിനക്ക് കഴിക്കാൻ പറ്റില്ല. ഇംപോസിബിള്. ഞങ്ങളെ പോകാൻ അനുവദിക്ക്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. സോറി ഇൻസ്പെക്ടർ, സോറി. ഇവിടെ നിങ്ങളുടേതല്ല, ഞങ്ങളുടെ നിയമമാ നടക്കുക. പിന്നെ കേട്ടോ, ഇവരെ വേഗം എന്റെ ഡൈനിങ് ടേബിളിൽ എത്തിക്കൂ. എന്റെ അമ്മോ, ഇല്ല ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും വിട്ടോ, ഓടിക്കോ. Escape. ഓടിക്കോ. ഇതെന്താ പറ്റിയത്? Come on, charge. ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തട്ടിപ്പോയോ? പൊളിച്ചെടുത്തല്ലോ. ചിങ്കം സാറ് കാരണം നമ്മൾ നേരെ ഡൈനിങ് ടേബിളിൽ വന്ന് പെട്ടിരിക്കുകയാണ്. പത്തലോ, പുക വരുന്ന ഉടനെ എല്ലാരും എന്റെ പുറകെ ഓടിക്കോണം കേട്ടാ, മനസ്സിലായോ? ഈ പുക എവിടുന്നാ വന്നത്? ഇതൊന്ന് മാറ്റിത്തരൂ. പിടിക്കവന്മാരെ, അവന്മാരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. വരൂ. ഓടിക്കാം.
മനസ്സിലാവുന്നില്ല. ഇരുട്ടിൽ എങ്ങോട്ടാ ഓടിപ്പോയെന്ന്. വാ നമുക്ക് പോവാം. എന്റെ അമ്മോ, മുന്നിലും പിന്നിലും മുകളിലും താഴെയും നമ്മള് ഡേഞ്ചർ ആണല്ലോ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ആ മലയുടെ മുകളിലേക്ക് പോണം നമുക്ക്. വാ. വരൂ, അകത്തേക്ക് പോവാം. വാ, എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. എന്താണ് മക്കളെ? ഗുരുജി നോക്കൂ, ഞാൻ മനുഷ്യന്മാരെ കൊണ്ടുവന്നിരിക്കുക. ഇന്നോസെൻസിയ, നിങ്ങൾക്കറിയാമോ എന്ത് നുണ പറഞ്ഞിട്ടാ നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? അതിന്റെ സത്യം പറഞ്ഞു തരാം. ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് മനുഷ്യർക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. അതെങ്ങനെയാ? മനുഷ്യരെങ്ങനെയാണ് രക്ഷിക്കുക? മാത്രമല്ല, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? അതൊരു പഴയ കഥയാ. ഞങ്ങൾ എല്ലാവരും വളരെ സ്നേഹത്തോടെയാ കഴിഞ്ഞിരുന്നത്. ആരും പരസ്പരം തിന്നാറില്ലായിരുന്നു. പക്ഷേ ഒരിക്കൽ ക്ഷാമം നേരിട്ടു. എല്ലാ നദികളും വറ്റി വരണ്ടു. ഒരു തുള്ളി വെള്ളത്തിന് പോലും ഞങ്ങൾ കൊതിച്ചു. അതിന്റെ ഫലമോ എല്ലാവർക്കും പല ചിന്തകളും വന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പരസ്പരം തിന്നാൻ തുടങ്ങി. പക്ഷെ ആകാശത്ത് കാർമേഘങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഈ മേഘങ്ങൾക്കും ഞങ്ങളോട് ശത്രുതയാന്നാ തോന്നുന്നേ. അവിടെ ഉരുണ്ടുകൂടുന്നുണ്ടെങ്കിലും ഒരിറ്റ് മഴ പോലും പെയ്യുന്നില്ല. കുറെ നാളായി ഇവിടെ ഒരു മഴ പെയ്തിട്ട്. പത്ലു, വലിയേട്ടാ, ചിങ്കം സാറേ, ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. എന്താ മോട്ടു ഇത്? എന്തിനാ നീ ഇങ്ങനെ കിടന്ന് അലറുന്നത്? മുകളിലേക്ക് നോക്കൂ. എന്ത്? വലിയേട്ടാ, ഇതെത്ര മേഘങ്ങളാണ്! പക്ഷെ കണ്ടിട്ട് മഴ പെയ്യുന്ന പോലെ ഇല്ല കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഗാഡ്ജറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി ഒപ്പിക്കൂ. ഓയ് മോട്ടു ചങ്കേ, അപ്പൊ നിനക്ക് ഇവരൊക്കെ വളരെ പരിചയമുള്ളവരാണ് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ആ മേഘങ്ങളിലേക്ക് സ്പ്രേ ചെയ്യാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? എന്റെ അമ്മോ, ഡോക്ടർ ഐഡിയ കൊള്ളാം. Do it. വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അവന്മാരെല്ലാവരും തെരഞ്ഞിട്ട് ഈ മലയുടെ മുകളിൽ എത്തിയിരിക്കുക. എല്ലാവന്മാരെയും പിടിച്ചോ. ഇനി അവന്മാരെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. ഇന്നോസെൻസിയയും വിടരുത്. പത്ലു, നിങ്ങളൊക്കെ വലിയേട്ടൻ മരുന്നുണ്ടാക്കുന്നതിന് സഹായിക്കേ. അതുവരെ യുവമാരെയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ അമ്മ, മോട്ടു നീ ഒറ്റയ്ക്കല്ല പോട്ടത്. The name is ചിങ്കം. ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. ചാർജ്. എന്റെ അമ്മ, ചിങ്കം സാറേ, രക്ഷിക്കണേ. Stop. മോട്ടു, ടൈം പ്ലീസ്. വലിയേട്ടാ,
നിങ്ങളുടെ ജോലി എവിടെ വരെ ആയി? പോയി മോട്ടു എന്റെ ചങ്ക്, ഇനി കുറച്ച് സമയം കൂടി മാത്രം മതി. ഓക്കെ വലിയേട്ടാ, എടുത്തോളൂ. ടൈം ഓവർ. ഫൈറ്റ് സ്റ്റാർട്ട്. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഞാനിപ്പോ ആ സ്പ്രേ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാനത് അടിക്കാൻ പോവുകയാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.